ടർബോ ഒന്നാമത് മമ്മൂട്ടി ഇപ്പം കത്തി നിൽക്കുകയാണ്. ഇനി മമ്മൂട്ടിയുടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന 3-4 പടങ്ങളുണ്ട്. ബസൂക്ക, ടർബോ ഒക്കെ, പിന്നെ ബ്രഹ്മയുഗം. അപ്പോൾ അതിൽ ആക്ഷൻ ടൈപ്പ് സാധനം വരുന്നതാണ് ടർബോ. വൈശാഖിൻ്റെ ഡയറക്ഷൻ, മിഥുൻ മാനുവലിൻ്റെ സ്ക്രിപ്റ്റാണ്. മിഥുൻ മാനുവൽ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഒരു ഗ്യാരണ്ടീഡുള്ള റൈറ്റർ മിഥുൻ മാനുവലാണ്. പിന്നെ മമ്മൂക്ക. ഇവർ മൂന്നും കൂടെ ഒന്നിക്കുമ്പോഴത്തേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. കുറേ നാളായി നമുക്ക് ഒരു പക്ക അച്ചായനായിട്ട് കണ്ടേക്കണം. പക്ക അച്ചായൻ, ഒരു അടിയൊക്കെയുള്ള മാസ് ഡയലോഗൊക്കെയുള്ള. ഈ പിന്നെ ടർബോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. അമ്മാതിരി ഹൈപ്പും അമ്മാതിരി എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് തിന്ന സാധനമാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തൊട്ട് പണി തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഇനി ഏത് ഇതിലോട്ടാണ് വരാനുള്ളത്, ഏത് ടൈപ്പ് രീതിയിലാണ്, ഏത് സ്റ്റൈലിഷ് ആയിട്ടാണ് വരാനുള്ളതിൻ്റെ ടീസറൊക്കെ വരുമ്പോഴും മനസ്സിലാവുള്ളൂ. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മലയാളത്തിലൊരു ബമ്പർ ഹിറ്റ് ഐറ്റമായിരിക്കും വരാനുള്ളത്. കാരണം മമ്മൂക്കയുടെ അച്ചായൻ സ്റ്റൈല് ഒക്കെ വേറെ ലെവൽ ഐറ്റംസാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന ഒരു സംഭവമായിരിക്കും ടർബോ എന്നൊരു ഡൗട്ടില്ല. വൈശാഖ് കുറേ നാൾക്ക് ശേഷമാണ് ഒരു പടം വരുന്നത്. അപ്പം അറിയാമല്ലോ, പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ ഹെവി സാധനങ്ങളാണ്. അപ്പോൾ മിഥുൻ മാനുവൽ, ഓഫ് കോഴ്സ് മിഥുൻ മാനുവലിൻ്റെ ഗരുഡന് ശേഷം വരുന്നൊരു പടമായിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും പ്രതീക്ഷകളുള്ള പടമാണ്. മമ്മൂക്ക ഒളിച്ചെടുക്കുമെന്നുള്ള ഡൗട്ടില്ല. പോരെ, ഇത് ടർബോ ഒരു അടിയൊക്കെയുള്ള മാസ് ഡയലോഗൊക്കെയുള്ള ഒരു പടമാവുന്നുള്ള ഡൗട്ടില്ല. പിന്നെ എനിക്ക് ആ ഫസ്റ്റ് പോസ്റ്റർ കണ്ടപ്പം പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഏകദേശമൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും. ഒരു പക്ക അച്ചായൻ, ഒരു ജീപ്പ് എന്നൊക്കെ വന്ന് ഇറങ്ങുന്നൊരു ഒരു ഒരു ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എപ്പോഴും മനസ്സിൽ കയറുന്നത്. അതുപോലെ ഫ്രെയിം ഇതിലും ഉണ്ടാവും. ഈ ക്യാരക്ടർ അടിപൊളിയായിരിക്കും, ഡൗട്ടില്ല. സ്റ്റോറി ആണെങ്കിലും എൻ്റെ മേക്കിംഗ് സ്റ്റൈലാണെങ്കിലും പൊളിയായിരിക്കും. വെയിറ്റിംഗ്. ടർബോ എനിക്ക് നിരാശപ്പെടുത്തില്ല. ഒരു ഹിറ്റ് പടമായിരിക്കും എന്നുള്ളൊരു ഡൗട്ടില്ല ഇതുവരെയുള്ള ഇത് വെച്ചിട്ട്. കൊള്ളാം.